ഞങ്ങൾ ബാഫക്കി വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊരു NSSൻ്റെ കീഴിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ഒരു ടൈം പീരീഡിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. 7 വർഷം തറയിൽ ഒതുങ്ങിയ സഹപാഠിയുടെ വീട് യാഥാർത്ഥ്യമാക്കി ഒരു പെൺപട. വളവന്നൂർ ബാഫക്കി യത്തീംഖാന വനിതാ കോളേജ് വിദ്യാർത്ഥിനികളാണ് സഹപാഠിയുടെ കുടുംബത്തിൻ്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് 10 ലക്ഷം രൂപ ചിലവിട്ട് തലക്കാട് കണ്ണംകുളത്താണ് NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചത്. ഏപ്രിലിലാണ് വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 2 കിടപ്പുമുറികളും ഹാളും കിച്ചണും സ്റ്റോർ മുറിയും സിറ്റൗട്ടും അടങ്ങുന്നതാണ് വീട്. അവസാനവട്ട മിനുക്കുപണികൾ വരെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. തിങ്കളാഴ്ച വീട്ടിലെത്തി NSS വളണ്ടിയർമാർ ശുചീകരണം നടത്തി. കോളേജിലെ NSS യൂണിറ്റ് സമ്മാനിക്കുന്ന 2ാമത്തെ വീടാണ് ഇത്. വീട് പൂർത്തീകരണത്തിന് 10 ലക്ഷം രൂപയാണ് കരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിന് ഇത്രയും വലിയ തുക വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ പണം പ്രതീക്ഷിച്ച സമയത്തിനകം തന്നെ സ്വരൂപിച്ച് നൽകി വിദ്യാർത്ഥിനികൾ താരങ്ങളായി. പദ്ധതി സംബന്ധിച്ച ആശയം ഉയർന്നപ്പോൾ കോളേജിലെ തന്നെ അർഹയായ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ K. അബ്ദുസ്സമദ് പറഞ്ഞു. സഹപാഠിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥിനികൾ. ഞങ്ങൾ ബാഫക്കി വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊരു NSSൻ്റെ കീഴിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടാണ്, ഒരു സക്സസ് ആയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ ഒരു ഇതിലോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സക്സസ് ആവോ ഇല്ലേ എന്നുള്ള ഒരു നിലപാടിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന രൂപത്തിലായിട്ട് നമുക്ക് വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു സ്വപ്ന ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ആണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ NSSൻ്റെ ഭാഗമായിട്ടുള്ള NSSൻ്റെ വളണ്ടിയേഴ്സാണ്. ബാഫക്കി യത്തീംഖാന വുമൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റുഡൻസിന് മാത്രമല്ല, രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഞങ്ങൾക്ക് ഇതൊരു സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ NSSൻ്റെ വളണ്ടിയർ ആയതിൽ ഭയങ്കര അഭിമാനിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ഒരു ടൈം പീരീഡിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. എഞ്ചിനീയർ പറഞ്ഞ ആ ഒരു എമൗണ്ട് എത്താൻ വേണ്ടി ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. 6 വർഷം മുൻപ് അർബുദ രോഗിയുടെ കുടുംബത്തിനാണ് കോളേജിലെ NSS യൂണിറ്റ് ആദ്യമായി വീട് നിർമ്മിച്ച് നൽകിയതെന്ന് കോളേജ് NSS കോർഡിനേറ്റർ T. ഹാഷിം അഫ്സൽ പറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ്, NSSൻ്റെ കീഴിലുള്ള പദ്ധതിയാണ് അഭയം എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിൽ 2ാമത്തെ അഭയം ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയാവുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു രോഗിയായ ഒരു വ്യക്തിക്ക് നമ്മൾ NSSൻ്റെ കീഴിൽ ഒരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരു വീടെന്ന സ്വപ്നം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ കോളേജിലെ തന്നെ അർഹതപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച് നൽകാമെന്നുള്ള NSSൻ്റെയും മറ്റ് അധ്യാപകരുടെയൊക്കെ അന്വേഷണത്തിലാണ് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതും ഒരു വീട് നിർമ്മിച്ച് നൽകുന്ന ആലോചനയിലേക്ക് എത്തിപ്പെട്ടതും. ഏകദേശം 1 വർഷം മുമ്പാണ് നമ്മളിത് ആലോചന തുടങ്ങിയത്. 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വീടിൻ്റെ വർക്ക് ആരംഭിച്ചു. ഇപ്പോൾ ഇന്നിവിടെ
അത് പൂർത്തിയായിരിക്കുകയാണ്. നാളെ സെപ്റ്റംബർ 24 NSS ദിനത്തിൽ നമ്മൾ കോളേജിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്ററും ബാഫ യത്തീംഖാനയുടെ മാനേജറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മളതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ്. ഏതാണ്ട് 10 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ പൂർത്തിയാക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ. ഇവിടെ നമ്മൾ തുടങ്ങിയത് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം മുതൽ തുടങ്ങിയിട്ടുണ്ടോ അതോ ഏതെങ്കിലും സ്റ്റെപ്പ് വെച്ച് ഏറ്റെടുത്താണോ? അല്ല, അത് ഇവർ ഏതാണ്ട് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഒരു സാമ്പത്തികാവസ്ഥ വെച്ച് ഇവർക്ക് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മളതിൻ്റെ ബാക്കി വർക്ക് എന്നുള്ള രീതിയിൽ ഇത് ഏറ്റെടുത്തത്. ഇതിൻ്റെ ഫണ്ട് സമാഹരണം എങ്ങനെയായിരുന്നു? ഫണ്ട് സമാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSS ആണ് നേതൃത്വം കൊടുത്തത്. എന്നാൽ കോളേജിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ വേളയിൽ NSS വോളണ്ടിയർമാരുടെ ഏതെങ്കിലും സന്നദ്ധ സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ? അതെ, അവർ ഒന്ന് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വീട് പണിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ NSSലെ വ്യത്യസ്ത ടീമുകളായി കുട്ടികൾ മുഴുവനായിട്ടും വരാതെ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനിയുടെ കുടുംബം വീടിനായി തറയിട്ടെങ്കിലും തുടർ പ്രവർത്തികൾ നിലച്ചു കിടക്കുകയായിരുന്നു. ലൈഫ് പദ്ധതിയിലും സഹായം ലഭിക്കാതിരുന്നത് തിരിച്ചടിയായി. വീട് എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയിൽ കഴിയുന്നതിനിടെയാണ് സഹപാഠികളുടെ കൈത്താങ്ങ് കുടുംബത്തെ തേടിയെത്തിയത്. സലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.